പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഇളയ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മകളിപ്പോൾ അബാക്കസിൻ്റെ ഒരു മാത്സ് വിഷയം എടുത്ത് പഠിക്കുകയുണ്ടായി. അതിൻ്റെ എക്സാം കഴിഞ്ഞു. എക്സാം വളരെ പ്രയാസമായിരുന്നു. ജയിക്കുമോ എന്നതിന് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ദേവദാസിയോട് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചു. ദേവദാസെ പ്രാർത്ഥിച്ച പ്രകാരം പറഞ്ഞു, ഭാരപ്പെടേണ്ട, ദൈവം ഉന്നത വിജയം നിൻ്റെ മകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. അല്പം എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ എൻ്റെ മകൾക്ക് സെൻട്രലിൽ തന്നെ സെക്കൻഡ് റാങ്ക് കിട്ടുവാൻ എൻ്റെ വലിയ ദൈവം ഇടയാക്കി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ വലിയ ദൈവത്തിന് കോടി കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്വം വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മൂന്നാമത് ഒരു സാക്ഷിയായി നിൽപ്പാൻ വലിയവനാം ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് 2000 എൻ്റെ അമ്മ കാട്ടാക്കട 3 സെന്റ് സ്ഥലം എനിക്ക് എഴുതി തന്നിരുന്നു. 2007 എൻ്റെ മകളുടെ വിവാഹത്തിന് ആ സ്ഥലം ഞാൻ പണയം വെച്ച് ലോൺ എടുത്തിരുന്നു. ലോൺ അടയ്ക്കാൻ സാധിക്കാതെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരികയും വസ്തു വിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പലവിധമായ തടസ്സങ്ങളും ന്യായമായ വിലയും ലഭിക്കാതെ അത് വിൽക്കാൻ സാധിക്കാതെ വന്നു. കഴിഞ്ഞ മാസത്തെ ബ്രദറിന്റെ TV-യിലൂടെയുള്ള വെള്ളിയാഴ്ച 9 മണിക്കുള്ള ബ്രദറിന്റെ ആരാധനയിൽ ഞാൻ പ്രസംഗം കേൾക്കുകയായിരുന്നു. പ്രസംഗത്തിന് ശേഷം ബ്രദറിന്റെ പ്രാർത്ഥനാ സമയം ബ്രദർ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു ഈ പ്രോഗ്രാമിന് ഒരു പങ്കാളിയാകാമെന്ന് ഉടമ്പടി എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാനും അപ്രകാരം ദൈവമേ വസ്തു വിൽക്കണമെന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം തന്നെ പ്രവർത്തിച്ചു. 3-ാമത്തെ ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു മകൾ എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് വസ്തു വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുകയും ഞാൻ പറഞ്ഞു, എൻ്റെ വസ്തു പണയം വെച്ചിരിക്കുകയാണ്, അത് എടുക്കാനുള്ള കാശ് എനിക്ക് അഡ്വാൻസായി തരാമെന്നും 2 മാസം കഴിഞ്ഞ് ഇടപാട് ചെയ്യാമെന്നും പറഞ്ഞു. അപ്രകാരം കഴിഞ്ഞ ആഴ്ച എനിക്ക് അഡ്വാൻസ് ലഭിക്കുകയുണ്ടായി. ഞാൻ വീട്ടിൽ വന്നു 2000 രൂപ മാറ്റി വെച്ചിട്ട് ഞാൻ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്കിൽ പോയി. മാനേജറോടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് കുറച്ച് തരണമെന്ന്. അപ്പോൾ കുറച്ച് തരികയും വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയും ലോൺ ക്ലോസ് ആക്കാൻ നേരം ആവശ്യപ്പെട്ടപ്പോൾ അതേ ഞാൻ മാറ്റിവെച്ചതായ അതേ കാശ് വീണ്ടും എനിക്ക് കുറച്ച് തരുവാൻ വലിയവനായ ദൈവം ഇടയാക്കി. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററിനും ബ്രദറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷിയായി നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. കഴിഞ്ഞ ജൂലൈ 29-ാം തീയതി എൻ്റെ ഭർത്താവിന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. തുടർന്ന് മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. മരിച്ചു പോകുമെന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. അവിടെ നിന്നവരും ചേട്ടനെ ചെന്ന് നോക്കിയിട്ട് വരുന്ന എല്ലാവരും പറഞ്ഞു മരിച്ചു പോകുമെന്ന്. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിൽ കൂട്ട നിലവിളിയായി തീർന്നു. ഞാൻ കണ്ണുനീരോടെ സിസ്റ്ററെ വിളിച്ചു പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മരിച്ച ലാസറിനെ ജീവിപ്പിച്ച കർത്താവ് നിന്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തന്ന എന്റെ ദൈവത്തിന് 1000 സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ് തൊട്ടു വിടുവിച്ചു എന്റെ ഭർത്താവിനെ. യേശുവിന്റെ നാമം മഹത്വമാകട്ടെ. ഞാൻ പറയണത് എനിക്ക് വേണ്ടിയാണ്. എന്റെ മുഖത്തിൽ ഒരു അലർജി പോലെ പുണ്ണായിട്ട് വന്ന് നിറയെ ആശുപത്രിയിൽ പെയ്യും കുറവില്ല. മുഖത്തിൽ ഭയങ്കര വേദനയായിട്ടിരുന്ന് കോളേജിലൊന്നും പോകാൻ പറ്റാതിരുന്ന് കോളേജ് മുടക്കി വീട്ടിന്റെ അകത്തിരുന്ന് പരീക്ഷ പോലും എഴുതാൻ പറ്റാതെ ഇരുന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ആ സിസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് സിസ്റ്റർ പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ എനിക്ക് യേശു കർത്താവ് എനിക്ക് സുഖം തന്ന് ഇത്രയും വലിയ അത്ഭുതം പ്രവചിച്ച യേശുവിന് നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ജൂലൈ സക്കസാരുടെ ആരാധന ഞാനിവിടെ ആരാധനയ്ക്ക് വന്നിരുന്നു. ഭാരത്തോടെ കണ്ണുനീരോടെ വേദനയോട് കൂടെയാണ് ഞാൻ ഇവിടെ ആരാധനയ്ക്ക് വന്നത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ നഷ്ടപ്പെട്ടു പോയി. ആ ദുഃഖത്തിൽ ഞാനിവിടെ വന്ന് ആരാധനയ്ക്ക് പങ്കെടുത്തപ്പോൾ സിസ്റ്റർ പ്രസംഗമധ്യേ എന്നെ 3 പ്രാവശ്യം പേര് ചൊല്ലി വിളിച്ചു, വസന്തേ വസന്തേ വസന്തേ. മകന്റെ വേർപാടിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന വസന്തേ, ഇതിന്റെ കണ്ണുനീരെല്ലാം കർത്താവിത തുടച്ചു മാറ്റിയിരിക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ എനിക്ക് പുതുശക്തിയും പുതുജീവനും പുതു ആരോഗ്യം എന്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ നടക്കാൻ വയ്യാത്ത വിധം ഞാൻ ആകെ തളർന്ന മട്ടിലാണ് ഞാൻ ഇവിടെ വന്നത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ ശക്തിയോടെ ബലത്തോടെ ആരോഗ്യത്തോടെ എന്നെ കർത്താവ് എന്നെ അത്രത്തോളം അനുഗ്രഹിച്ച് എന്നെ പറഞ്ഞയച്ചു. ഇത്രയും അത്ഭുതം അതിശയം സാക്ഷിയിൽ നിന്നും ഭ്രമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 1 വർഷ കാലമായി ബ്ലീഡിങ്ങിന്റെ അസുഖത്താൽ വളരെയധികം ഭാരപ്പെട്ട് ഞാൻ കഴിയായിരുന്നു.
അതിന് എനിക്ക് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് യാതൊരു കുറവും ഉണ്ടായില്ല. സിസ്റ്ററിനെ വിളിച്ച് ഒരു ദിവസം രാത്രി ഫോണിലൂടെ പ്രാർത്ഥിച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ എനിക്ക് അസുഖം വിട്ടുമാറി പൂർണ്ണ സൗഖ്യത്തോടെ ഇപ്പോൾ ഇരിക്കുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എന്റെ മൂത്ത പൈതലിന് മൂത്രത്തിൽ പഴുപ്പ് അണുബാധയാവുകയും ചെയ്തു. ഇത് കിഡ്നിയെ ബാധിക്കുകയും കിഡ്നിക്ക് വീക്കം ഉണ്ടാക്കുകയും ചെയ്തു. ഇതുമൂലം ഞങ്ങൾ വളരെ ഭാരത്തിലായിരുന്നു. ഡോക്ടർ പറഞ്ഞ് MC എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് തലേ ദിവസം ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുകയും ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷി പറയണമെന്ന്. പിറ്റേന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് കാണുവാൻ ദൈവം ഇടയാക്കി. അദ്ദേഹത്തിന് കൊടാടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്റെ പൈതങ്ങൾക്ക് അടിക്കടിക്ക് ശ്വാസം മുട്ടൽ വരികയും അർദ്ധരാത്രികളിൽ ആശുപത്രികളിൽ എടുത്തോണ്ട് ഓടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരിക്കൽ ശ്വാസം മുട്ടൽ കൂടി ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ആവശ്യപ്പെടുകയും ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അതിനുശേഷം ഇന്ന് വരെയും പൈതങ്ങളെ എടുത്തോണ്ട് ഓടേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ആ ദൈവത്തിന് കോടാകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിന് സിസ്റ്റർ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിന് ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾക്ക് ക്യാൻസർ അസുഖമായിട്ട് 2 വർഷമായിട്ട് ചികിത്സയിലാണ്. ആദ്യം തിരുവല്ലയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. രണ്ടാമത് RCCയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ 3 സർജറികൾ കഴിഞ്ഞിട്ടും വീണ്ടും കഴുത്തിൽ മുഴയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ചികിത്സിച്ചാലും ഭേദമാവില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന 1.5 വർഷമായി ഞങ്ങൾ ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിനടുത്തുള്ള ബാലോൺ മുഖേനയും അവിടുന്ന് ഹരിസാറിനെ ബന്ധപ്പെടുകയും ഹരിസാർ മുഖേനയും ഞങ്ങൾ ഫോൺ നമ്പർ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ സിസ്റ്ററെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് പൂർണ്ണ വിടുതൽ നൽകിയിരിക്കുന്നു യേശു കർത്താവ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് തലേ ദിവസം വീണ്ടും സിസ്റ്ററെ വിളിച്ചിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സിസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ചെക്കപ്പ് നടത്തിയോ? അതിനുശേഷം ചെക്കപ്പ് നടത്തുകയും റിസൾട്ട് കിട്ടുകയും ചെയ്തപ്പോൾ എന്റെ കൊച്ചിന് പൂർണ്ണമായിട്ടും വിടുതൽ നൽകിയിരിക്കുന്നു. ഇപ്പോ ക്യാൻസർ അണുക്കൾ ആ കുഞ്ഞിനുണ്ടോ? ഇപ്പോൾ ക്യാൻസറിന്റെ രോഗമുണ്ടോ? ഇല്ല, കുഞ്ഞിന് പൂർണ്ണമായിട്ടും ക്യാൻസറിൽ നിന്നും വിടുതൽ കൊടുത്തിരിക്കുന്നു. ശരീരത്തിൽ ഒരു ഭാഗത്തും അസുഖമില്ലെന്നാണ് ഡോക്ടർമാരുടെ പൂർണ്ണമായ വിശ്വാസം. പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നു എന്ന് അത്ഭുതമാ. ഡോക്ടർ തന്നെ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ദൈവത്താൽ സാധിച്ചു എന്ന് ഞങ്ങളിൽ നിന്നും മറുപടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ മകളുടെ ക്യാൻസർ സൗഖ്യമാക്കിയ ദൈവത്തിന്റെ പേരെന്താണ്? യേശു കർത്താവ്. കരമുയർത്തി എല്ലാരും വാ തുറന്ന് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു. ആമേൻ. അതിനോടൊപ്പം തന്നെ യേശുവിന് സ്തോത്രം. എണ്ണമില്ലാം പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നെ കനിഞ്ഞ എണ്ണമില്ലാം പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നെ കനിഞ്ഞ അന്യനെന്ന മേലെടുത്തു എന്നെ കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യ. ആമേൻ. അന്യനെന്ന മേലെടുത്തു എന്നെ കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ആമേൻ. യേശുനാമം അതിശയനാമം ഏഴകെ നീക്കിൻപ. ആമേൻ. യേശു നാമം അതിശയനാമം ഏഴകെ നീക്കിൻപ നാമം. ആമേൻ. യേശു നാമം അതിശയനാമം ഏഴകെ നീക്കിൻപ. For the body dark
നാനാവ്യാധിക്കാർക്ക് മോചനം കൊടുക്കും നാമം. പൂടബാധിതർക്ക് നാനാവ്യാധിക്കാർക്ക് മോചനം കൊടുക്കും കുരുടർക്കും മൂടണ്ടർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വീടുടൽ നൽകും നാമം. കുരുടർക്കും മൂടണ്ടർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വീടുടലെ നൽകും നാമം. ആമേൻ. യേശുനാമം அதிசயநாமம் ஏழையனிக்கின்பநாமம். ஆமென். இயேசுநாமம் அதிசயநாமம் ஏழையனிக்கின்ப. சதிச வாக்கியம் 8:18 വചനം. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം അരുളി ചെയ്യുന്നു, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. Riches and honor are with me. Yes, durable riches and righteousness. ஐஸ்வர்யமும் கனமும் நிலையான பொருளும் நீதியும் என்னிடத்தில் உண்டு. கர்த்தாவு அருளி செய்கின்ற எந்த வக்கல் தனம் உண்டு. எந்த வக்கல் நில நிற்கின்ற தனம் உண்டு. അഴിഞ്ഞു പോകുന്ന ധനമല്ല, തീർന്നു പോകുന്ന ധനമല്ല. സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു, എന്റെ പക്കൽ നിലനിൽക്കുന്ന ധനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 14-19 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആബ്രഹാം തന്റെ മകൻ ഇസ്മവേലിന് വിശപ്പടക്കുവാൻ ഒരു തുരുത്തി വെള്ളമും അപ്പമും കൊടുത്തയച്ച് വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൻ മകന് കൊടുത്ത വെള്ളമും അപ്പമും ചെലവായി പോയി, തീർന്നു പോയി. അപ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഹാഗർ നിലവിളിച്ച് തന്റെ മകനെ കുറുങ്കാട്ടിൽ ഇട്ടുകൊണ്ട് അവന്റെ മരണം എനിക്ക് കാണേണ്ട. ഹാഗർ നിലവിളിച്ച് ഉൽപ്പത്തി പുസ്തകം 21:19 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ബേർശേബ മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുത്ത് നിലനിൽക്കുന്ന ധനം, തീർന്നു പോകുന്ന ധനമല്ല, നിലനിൽക്കുന്ന ധനം വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16 അധ്യായം 15 വചനത്തില് 40 ആണ്ടുകാല മരുഭൂമി യാത്രയിൽ അവരുടെ വിശപ്പടക്കുവാൻ സ്വർഗം തുറന്ന് യഹോവയാം ദൈവം അവർക്ക് മന്ന വർഷിപ്പിച്ചു കൊടുത്ത്, സ്വർഗത്തിൽ നിന്ന് മരുഭൂമിയിൽ മന്ന വീഴുമ്പോൾ യഹൂദ ജനം ചെന്ന് അത് പെറുക്കി. വാട്ട് ഈസ് ദിസ്? ഇത് എന്താണ്? അവർക്ക് അറിഞ്ഞുകൂടാ. ഇത് എന്താണ്? വാട്ട് ഈസ് ദിസ്? അവർ തമ്മിൽ ചോദിച്ച് വാട്ട് ഈസ് ദിസ് എന്നുള്ള ചോദ്യത്തിന്റെ എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മൻഹു. അവർ തമ്മിൽ സംസാരിച്ച് മൻഹു, ഇത് എന്താണ്? ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ പേരാണ് മന്ന. സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന്റെ വിശപ്പടക്കുവാൻ സ്വർഗം തുറന്ന് വർഷിപ്പിച്ചു കൊടുത്ത ആഹാരം മന്ന. അത് ഒരു നാൾ കഴിഞ്ഞാൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കൃമിച്ച് നാറും. ഇറ്റ് വാസ് എ ടെമ്പറൽ ഫുഡ് ഫ്രം ഗാഡ്. താൽക്കാലിക ആഹാരം. ഒരു നാൾ ശേഷിച്ചാൽ അത് കൃമിച്ച് നാറും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവന്റെ മന്നാവാം ക്രിസ്തു അരുളി ചെയ്യുന്നു.
യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 35-ാം വചനത്തില് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശു കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നേക്കും നിലനിൽക്കുന്ന ദാനം. ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും 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 ആമേൻ. 40 ആണ്ടുകാലം മരുഭൂമി ജീവിതത്തിൽ വിശപ്പടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകിയ മന്ന കൃമിച്ച് നാറുന്നതാണ്. ഒരു നാൾ കഴിഞ്ഞാൽ കൃമിച്ച് നാറുന്നതാണ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ജീവന്റെ അപ്പമാം യേശു കർത്താവിന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ജീവന്റെ അപ്പമാം ക്രിസ്തുവിന് വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തു നമുക്ക് ലഭിച്ച നിലനിൽക്കുന്ന ദാനം. ഇറ്റ് ഈസ് എൻഡ്യൂറിംഗ് റിച്ചസ്. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും പൂർണ്ണമായി തീർത്തു തരുന്ന ദാനം, ദൈവത്തിന്റെ ദാനം. നാം ഇന്ന് ധ്യാനിക്കുന്നത് യഹോവയാം ദൈവം അരുളി ചെയ്യുന്നു, ദാനം എന്റെ പക്കലുണ്ട്. ദൈവം അരുളി ചെയ്യുന്നു, ദാനം എന്റെ പക്കലുണ്ട്. ആ ദാനം നിലനിൽക്കുന്ന ദാനം. ആ ദാനം നിന്നിൽ നിറഞ്ഞിരിക്കുന്ന, നിന്നെ വക്കോളം നിറച്ച് ദൈവം നൽകുന്ന ദാനം. നിന്റെ ബുദ്ധിമുട്ടുമൊക്കെയും പൂർണ്ണമായി തീർത്തു തരുന്ന ദാനം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ 3 തരത്തിലുള്ള പെട്ടകങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം ഒരു കുഞ്ഞിന്റെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഞാങ്ങണപ്പെട്ടകം. മോശ എന്നുള്ള കുഞ്ഞിന്റെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഞാങ്ങണപ്പെട്ടകം. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാം വചനത്തിൻ പ്രകാരം ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്കായി, നീതിമാൻ നോഹ എന്നുള്ള നീതിമാന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഗോഫർ മരത്തിൽ ചെയ്യപ്പെട്ട നോഹയുടെ പെട്ടകം. മൂന്നാമത്തെ പെട്ടകം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 6-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ സാക്ഷ്യത്തിന്റെ പെട്ടകം. ഒരു കുലത്തിന്റെ രക്ഷയ്ക്കായി ഉണ്ടാക്കപ്പെട്ട ദൈവത്തിന്റെ സാക്ഷ്യ പെട്ടകം. അവസാനം എന്നേക്ക് നിലനിൽക്കുന്ന ഒരു പെട്ടകം ഉണ്ട്. വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വചനത്തിൻ പ്രകാരം, നിന്റെ രക്ഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം എന്നേക്ക് നിലനിൽക്കുന്ന ദാനമായി ഒരുക്കി നിർത്തപ്പെട്ട രക്ഷയുടെ പെട്ടകം ക്രിസ്തു യേശു എന്നുള്ള പെട്ടകം. അത് നിലനിൽക്കുന്ന ദാനമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ അനന്യൻ, അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യൻ, അവൻ നിലനിൽക്കുന്ന ദാനം. രണ്ടാമത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ ദാനമോ നിന്ന് വക്കോളം നിറയ്ക്കുന്ന ദാനം. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വചനത്തിൻ പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും പൂർണ്ണമായി തീർത്തു തരുന്ന ദാനം. വചനം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മൂന്നാമത് ദൈവം നിനക്ക് നൽകുന്ന ദാനത്തിന്റെ പ്രത്യേകത നിന്നിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ദാനമാണ്. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ധനം ദൈവം അരുളി ചെയ്യുന്നു, എന്റെ പക്കലുണ്ട്. എന്റെ പാദപ്പടിയിൽ ഉപവാസത്തോടിരിക്കുന്ന ദൈവജനമേ,
കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ അനുഗ്രഹിക്കാനുള്ള ധനം ദൈവം അരുളി ചെയ്യുന്നു എന്റെ പക്കലുണ്ട്. ആ ധനം തീർന്നു പോകുന്ന ധനമല്ല, നിന്ന് നിലനിൽക്കുന്ന ധനം, നിന്നെ വക്കോളം നിറയ്ക്കുന്ന ധനം. മൂന്നാമത്, നിന്നിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ധനം. കവിഞ്ഞൊഴുകുന്ന ധനം. വചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവ സ്നേഹം. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിൻ പ്രകാരം ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ സ്നേഹം സാധാരണ സ്നേഹമല്ല, മഹാസ്നേഹം. മഹാസ്നേഹം. ഇറ്റ് ഈസ് ഗാഡ്സ് ഗ്രേറ്റർ ലവ്. രണ്ടാമത്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 16-ാം വചനത്തിൻ പ്രകാരം ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപ, കൃപമേൽ കൃപ. സാധാരണ കൃപയല്ല, കൃപമേൽ കൃപ. സ്നേഹത്തിന്മേൽ സ്നേഹം, മഹാസ്നേഹം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 34-ാം വചനത്തിൽ സ്വർഗത്തിന്റെ ദൈവം നമ്മേൽ ചൊരിഞ്ഞ അഭിഷേക ശക്തി സാധാരണ അഭിഷേകമല്ല, അളവ് കൂടാതെ ഉള്ള അഭിഷേകം. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ അഭിഷേകമോ അളവ് കൂടാതെ ഉള്ള അഭിഷേകം. ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ സ്നേഹമോ മഹാസ്നേഹം, മഹാസ്നേഹം. ദൈവം നമ്മുടെ മേൽ ഊറ്റിയ കൃപയോ കൃപമേൽ കൃപ, കൃപമേൽ കൃപ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ ജീവൻ സമൃദ്ധിയായ ജീവൻ. ഗാഡ്സ് അബണ്ടന്റ് ലൈഫ്. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മഹാസ്നേഹം, കൃപമേൽ കൃപ, അളവ് കൂടെ ഉള്ള ആത്മാവ്, സമൃദ്ധിയായ ജീവൻ, കവിഞ്ഞ് ഒഴുകുന്ന ദാനം. കർത്താവ് നമുക്ക് നൽകിയ ദാനം കവിഞ്ഞ് ഒഴുകുന്ന ദാനം. നാലാമത്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു 1 തിമോത്തിയോസ് 6:17. കർത്താവ് നമുക്ക് നൽകുന്ന ധനമോ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. നിശ്ചയമില്ലാത്ത ധനം. ഹല്ലേലൂയ. നിശ്ചയമില്ലാത്ത ധനം. ദൈവം നമുക്ക് നൽകുന്ന ധനമോ നിശ്ചയമുള്ള ധനം. സ്തോത്രം, സ്തോത്രം. മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ധനമോ നിശ്ചയമില്ലാത്ത ധനം. കർത്താവ് നമുക്ക് നൽകുന്ന ധനമോ നിശ്ചയമുള്ള ധനം. ആണ്ടുകൾക്ക് മുമ്പ് ഇന്തോനേഷ്യ പട്ടണത്തിൽ ഭൂചലനമുണ്ടായി. യുഗയുഗമായി, നൂറ്റാണ്ടുകളായി ഉയർന്നു നിന്ന് മഹാഗോപുരങ്ങൾ ഒരു സെക്കൻഡിൽ ഇടിഞ്ഞു വീഴുന്നു. ഭൂചലനം ഉണ്ടായപ്പോൾ വലിയ വൻമാളികകൾ ഒരു സെക്കൻഡിൽ ഇടിഞ്ഞു വീഴുന്നു. ഈ സമയത്ത് ആ പട്ടണത്തിലെ ഒരു സെക്യുലർ മാസിക ഇപ്രകാരം എഴുതി, God gloved, it happened. God gloved, it happened. സ്വർഗത്തിലെ ദൈവം കൈ തട്ടി, അത് സംഭവിച്ച്. ഭൂചലനം സംഭവിച്ച്. സ്വർഗത്തിലെ ദൈവം കൈ കൊട്ടി, മാളികകൾ ഇടിഞ്ഞു വീണ്. ഈ ലോകത്തിലെ ഉള്ള ധനം നിശ്ചയമില്ലാത്ത ധനം. ദൈവം നമുക്ക് നൽകുന്ന ധനമോ നിശ്ചയമുള്ള ധനം. കാരണം നാം ആരാധിക്കുന്ന ദൈവം നിത്യ ദൈവമാണ്. ആവർത്തന പുസ്തകം 33:27 പ്രകാരം നമ്മുടെ ദൈവം നിത്യ ദൈവം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനത്തിൻ പ്രകാരം, ജെറേമിയ 32:17 പ്രകാരം, ജെറേമിയ 32:27 പ്രകാരം അവൻ സർവശക്തനായ ദൈവം. സങ്കീർത്തനം 139:7 പ്രകാരം വചനത്തിൽ
രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ സർവ വ്യാപിയായ ദൈവം. 1 യോഹന്നാൻ 3-ാം അധ്യായം 20-ാം വചനത്തിൻ പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ സർവജ്ഞാനിയായ ദൈവം. എന്റെ ദൈവത്തിന് എല്ലാം അറിയാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 26-ാം വചനത്തിൻ പ്രകാരം അവൻ സദാ ജീവിച്ചിരിക്കുന്ന ദൈവം. വചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 16-ാം വചനത്തിൻ പ്രകാരം ധന്യനായ ഏകാധിപതി, നാം ആരാധിക്കുന്ന യേശു കർത്താവ് ധന്യനായ ഏകാധിപതി. ഒരു ശില്പത്തിൽ ഉണ്ടാക്കി വയ്ക്കുവാൻ കഴിയാത്ത ദൈവം, ഒരു ഫോട്ടോയിൽ വരച്ചെടുക്കുവാൻ കഴിയാത്ത ദൈവം. ലേഖന കർത്താവ് എഴുതുന്നു, ഇവൻ ധന്യനായ ഏകാധിപതി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വചനത്തിൻ പ്രകാരം ഇവൻ സർവവും സൃഷ്ടിച്ചവൻ. ഇവൻ സൃഷ്ടിച്ചതാണ് ഈ ലോകം. ഇവൻ സർവവും സൃഷ്ടിച്ചവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 25-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ. സർവവും സൃഷ്ടിച്ച് ധന്യനായ ഏകാധിപതിയായ യേശു കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ മകളെ, എന്റെ പക്കൽ ധനം ഉണ്ട് നിനക്ക് തരുവാൻ. ഐ ഹാവ് റിച്ചസ്, ഐ ഹാവ് റിച്ചസ്. നിന്നെ വക്കോളം നിറയ്ക്കുന്ന ധനം, എന്നേക്കും നിലനിൽക്കുന്ന ധനം, നിന്നിൽ കവിഞ്ഞ് ഒഴുകുന്ന ധനം. ഈ ധനം നിശ്ചയമില്ലാത്ത ധനമല്ല, നിശ്ചയം ഉള്ള ധനമാണ്. പനിനീ പുഷ്പം ശാരോനിലാവ് താമരയുമേ താഴ്വരയിൽ. പനിനീ പുഷ്പം ശാരോനിലാവ് താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ ആണ്ടി വിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ ആദി വിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മറു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം ണച്ചു ഭയപ്പെടേണ്ടായ നുരച്ചവ. കരമുയർത്തി തിരുക്കരം നീട്ടിയെടുത്തണച്ചു. എല്ലാവരും കരമുയർത്തി. നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മറു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. സ്വർഗത്തിലെ തീ വ്യാപരിക്കുന്നു, സ്വർഗത്തിലെ തീ വ്യാപരിക്കുന്നു. നിങ്ങളിൽ 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 ദ സ്പിരിറ്റ് ഓഫ് കംഫർട്ട്, ആശ്വാസം നൽകുന്ന അഭിഷേക തീ, ആശ്വാസം നൽകുന്ന അഭിഷേക തീ നിങ്ങളിൽ 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 നിങ്ങളിൽ. ദൈവം അരുളി ചെയ്യുന്ന ധനം
என்ற பக்கல் உண்டு. I have riches for you, my dear son and daughter. I have riches for you. என்ற வக்கல் நினக்கு தருவான். ஐஸ்வர்யம் உண்டு. ആ ധനം നിലനിൽക്കുന്ന ധനം, നിന്നെ വക്കോളം നിറയ്ക്കുന്ന ധനം, നിന്നിൽ നിന്ന് കവിഞ്ഞു ഒഴുകുന്ന ധനം, ഇത് നിശ്ചയമുള്ള ധനം. കാരണം ഞാൻ സകലത്തെയും സൃഷ്ടിച്ചവൻ. ആമേൻ. നമ്പർ 1 എഫേസ്യർ 1:7-8 വചനങ്ങൾ ശ്രദ്ധിപ്പിൻ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം. കൃപാധനം സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു. എന്റെ വക്കൽ ധനം ഉണ്ട്. ആദ്യ ധനം കൃപാധനം. സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ വക്കൽ മകനെ മകളെ നിനക്ക് തരുവാൻ ഉള്ള ധനം കൃപാധനം. ഭാരത രാജ്യം ലോകത്തുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി. ഈ രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹി പട്ടണം. ഡൽഹി പട്ടണത്തിൻ മധ്യയിൽ ഒരു സ്തംഭമുണ്ട്, ഓർമ്മസ്തംഭം. ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ചുറ്റും ചങ്ങലകളാൽ ചെയ്യപ്പെട്ട ഒരു അതിർത്തി ഉണ്ട്. 24 മണിക്കൂർ നേരം സേവകന്മാർ ഗണ്ണും പിടിച്ചുകൊണ്ട് സംരക്ഷണത്തിനായി അവർ നിൽക്കും. ചങ്ങലയിൽ തൊട്ടാൽ അവർ മുന്നറിയിപ്പ് നൽകും, ചങ്ങലയിൽ തുടരുത്. ഈ ഓർമ്മസ്തംഭം സർ എഡ്വിൻ ലൂട്ടിസൺ എന്നുള്ള ബ്രിട്ടീഷ് ആർക്കിടെക്ട് 2ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചുപോയുടെ വീരന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ ഓർമ്മസ്തംഭമാണ് ഇന്ത്യ ഗേറ്റ്. ഈ ചങ്ങലയുടെ അതിർത്തി കടന്ന് നീ കാലകത്തു പതിച്ചാലോ മുഖം നോക്കുകയില്ല, നിന്നെ വെടിവെക്കുവാനും അവർ മടിക്കുകയില്ല. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19:12 വചനത്തിൻ പ്രകാരം 23 വചനത്തിൻ പ്രകാരം വചനം നമ്മെ പഠിപ്പിക്കുന്നു. സീനായി പർവ്വതത്തിൻ കൊടുമുടിയിൽ ആവസിക്കുന്ന യഹോവയാം ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, ഞാൻ ഭയങ്കരനായ ദൈവം. I am an awesome God. എന്നെ ചുറ്റും ഒരു അതിർത്തി ഇടുക. അതിർത്തി കടക്കരുതേ, കടക്കുന്നവൻ മരിച്ചു വീഴും. ആമേൻ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ദൈവം ഭയങ്കരനാണ്. മോശയോട് അരുളി ചെയ്യുന്നു, ഞാൻ പാർക്കുന്ന സീനായി പർവ്വതത്തെ ചുറ്റും ഒരു അതിർത്തി ഇടുക. അതിർത്തി കടന്ന് കാൽ പതിച്ചാൽ പതിച്ചവൻ മരിച്ചു വീഴും. ദൈവം മോശയോട് അരുളി ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 34:2-3 വചനങ്ങളിൽ, മോശേ നിനക്ക് മാത്രം എന്റെ അടുക്കൽ വരാം. സഭാ പ്രധാനികൾ എന്റെ അടുക്കൽ വരാൻ പാടില്ല. ഇസ്രായേൽ ജനം ഒരുത്തൻ പോലും എന്റെ അടുക്കൽ വരാൻ പാടില്ല. മോശേ, പുറപ്പാട് പുസ്തകം 33:17 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിന്നോട് എനിക്ക് കൃപ തോന്നിയിരിക്കുന്നു, മകനെ നിനക്ക് മാത്രം എന്റെ അടുക്കൽ വരാം. അന്ന് മോശയ്ക്ക് മാത്രം കൃപ, ഇന്ന് എല്ലാവർക്കും ദൈവകൃപ. എല്ലാവർക്കും ദൈവകൃപ. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വചനത്തിൻ പ്രകാരം, കൊലോസ്യർക്കെഴുതിയ ലേഖനം
2 അധ്യായം 9 വചനത്തിൻ പ്രകാരം, 1 തിമോത്തിയോസ് 3 അധ്യായം 16 വചനത്തിൻ പ്രകാരം വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭയങ്കരനായ ദൈവം മോശയെ മാത്രം അടുത്തു വരുവാൻ കൽപ്പിച്ച തീഷ്ണതയുള്ള ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് ആ കൃപ നിനക്കും എനിക്കും കാട്ടുവാൻ, ഭാരതദേശത്തിലെ 110 കോടി ജനത്തിനും കാട്ടുവാൻ, ലോകം എമ്പാടുമുള്ള എല്ലാവർക്കും കാട്ടുവാൻ ഒരു മനുഷ്യനായി ദേഹരൂപത്തിൽ ഇറങ്ങി വന്ന്, ആ മനുഷ്യന്റെ പേരാണ് ക്രിസ്തു യേശു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ യേശു കർത്താവ് അരുളി ചെയ്യുന്ന മത്തായി 11:28 വചനം ശ്രദ്ധിപ്പീൻ. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ അടുക്കൽ വരുവേൻ. പണ്ട് ആരും എന്റെ അടുക്കൽ വരരുത്. മോശയ്ക്ക് മാത്രം എന്റെ അടുക്കൽ വരാം. ഞാൻ ഭയങ്കരനായ ദൈവം, ഞാൻ അഗ്നിയാം ദൈവം, ഞാൻ തീഷ്ണതയുള്ള ദൈവം, അതിർത്തി കടന്നവൻ മരിച്ചു വീഴുമെന്ന് അരുളി ചെയ്ത ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് നിനക്ക് കൃപ കാട്ടുവാൻ, എനിക്ക് കൃപ കാട്ടുവാൻ മനുഷ്യനായി ഇറങ്ങിയ ആ തീഷ്ണതയുള്ള ദൈവം അരുളി ചെയ്യുന്ന എല്ലാവരും ജാതി മത വിഭാഗ വ്യത്യാസമില്ലാതെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതാണ് കൃപാധനം. യേശു കർത്താവ് അരുളി ചെയ്യുന്നു, കൃപാധനം എന്റെ വക്കൽ ഉണ്ട്, നിനക്ക് തരുവാൻ എന്റെ അടുക്കൽ വരുവേൻ. യേശു കർത്താവിന്റെ അരുളപ്പാടിൽ ജീവൻ ഉണ്ട്. ആവർത്തന പുസ്തകം 8 അധ്യായം 3 വചനത്തിൻ പ്രകാരം, 2 ദിനവൃത്താന്തം 20 അധ്യായം 7 വചനത്തിൻ പ്രകാരം, ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 4 വചനത്തിൻ പ്രകാരം, മത്തായി സുവിശേഷം 4 അധ്യായം 4 വചനത്തിൻ പ്രകാരം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വചനത്തിൻ പ്രകാരം, 1 യോഹന്നാൻ 1 അധ്യായം 1 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ വാഗ്ദത്തത്തിൽ ജീവന്റെ നിറവ് ഉണ്ട്. കാരണം യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 1 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനം ദൈവമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 14 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ ദൈവമാം വചനം ജഡരൂപത്തിൽ വെളിപ്പെട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ ജഡം യേശു എന്നുള്ള ജഡം വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 16 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കൃപമേൽ കൃപ നിറഞ്ഞവനായി ഈ ലോകത്തിൽ സഞ്ചരിച്ച് 2 കാര്യങ്ങൾ അവൻ പ്രത്യേകിച്ചും പ്രാർത്ഥിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരാൻ അയോഗ്യത കൽപ്പിക്കപ്പെട്ടവർ, 1 വേശ്യാത്തനം പ്രവർത്തിച്ചവർ, 2 വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കുഷ്ഠരോഗികൾ. വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലേവിയ പുസ്തകം 13 അധ്യായം 46 വചനത്തിൻ പ്രകാരം കുഷ്ഠരോഗിക്ക് ലഭിച്ച വചനം നമ്മെ പഠിപ്പിക്കുന്നു. കുഷ്ഠരോഗി അവസാനം അവൻ പാളയത്തിന്റെ പുറത്താക്കപ്പെടണം, അവൻ മരണം കാണണം. അവൻ മരണം വിധിക്കപ്പെട്ട് വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലേവിയ പുസ്തകം 20 അധ്യായം 10 വചനത്തിൻ പ്രകാരം, ആവർത്തന പുസ്തകം 22 അധ്യായം 22 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വേശ്യാത്തനം പ്രവർത്തിച്ച വ്യക്തിയെ പാളയത്തിന്റെ പുറത്ത് കൊണ്ടുപോയി മരണപര്യന്തം
കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതാണ് ദൈവ കൽപ്പന. യേശു കർത്താവായി സ്വർഗത്തിലെ ദൈവം കൃപാധനം നിനക്ക് നൽകുവാൻ ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 1-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുഷ്ഠരോഗി ഒരാൾ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് നിലവിളിച്ച്, ഞാൻ മരിച്ചു പോകും യജമാനനെ, അങ്ങേക്ക് മനസ്സ് ഉണ്ട് എങ്കിൽ എന്നെ തൊട്ട് സുഖമാക്കണമേ. യേശു കർത്താവ് കൽപ്പിക്കുന്നു, നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. മത്തായി സുവിശേഷം 8-ാം അധ്യായം 1-ാം വചനം മുതൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മരണത്തിന് വിധിക്കപ്പെട്ട കുഷ്ഠരോഗിയെ യേശു കർത്താവ് അവന്റെ അടുക്കൽ കടന്നുപോയി അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കി. മരണത്തിന് വിധിക്കപ്പെട്ട കുഷ്ഠരോഗിയെ യേശു കർത്താവ് അവന്റെ അടുക്കൽ കടന്നുപോയി അവനെ തൊട്ട് അവനെ സൗഖ്യമാക്കി. അതാണ് കൃപാധനം. യേശുവിന്റെ അടുക്കൽ ഉള്ള കൃപാധനം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വേശ്യധനം പ്രവർത്തിക്കുന്നവന് ഉള്ള ശിക്ഷ മരണശിക്ഷയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും വേശ്യധനം പ്രവർത്തിച്ച് പാപിയായ ഒരു സ്ത്രീയെ കയ്യും മെയ്യുമായി പിടിച്ച് യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു കർത്താവ് കൽപ്പിക്കുന്ന വിധി യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 11-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സ്ത്രീയെ, ഇനി നീ പാപം ചെയ്യരുതേ, പോക. സ്ത്രീയെ, ഇനി നീ പാപം ചെയ്യരുത്, പോക. അവൻ കർത്താവ് അവളോട് മനസ്സലിഞ്ഞ് ഇനി പാപം ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകി. അതാണ് യേശു നൽകിയ കൃപാധനം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പാപം എന്നുള്ള കയറിനാൽ ചുറ്റപ്പെട്ട്, രോഗം എന്നുള്ള പിശാസിനാൽ ബന്ധിക്കപ്പെട്ട് എന്നാർ മോചിക്കുമെന്നുള്ള നിലവിളിയോട് എത്തിയിരിക്കുന്നുവോ, കർത്താവിന്റെ പക്കൽ നിനക്ക് നൽകുവാൻ കൃപാധനം ഇന്ന് ഉണ്ട്. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ഹല്ലേലൂയ, നന്ദി. ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗസിയോനിലെ വിട്ടുവിടപ്പാൻ, സ്വർഗസിയോനിലെ നല്ല വണ്ണമാട് ഫലം കൊടുപ്പാൻ, നല്ല വണ്ണമാട് ഫലം കൊടുപ്പാൻ, ആത്മതുള്ളി കൊണ്ട് നിറയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ട് ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാടിപ്പാൻ, ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ, ഇന്നാത്മമാരിക്കൊണ്ട് അഗ്നി 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 അഗ്നി. എന്റെ പക്കൽ കൃപാധനം ഉണ്ട്. നിന്റെ രോഗം എത്ര ഭയങ്കര രോഗമായാലും, നീ ചെയ്ത പാപം എത്ര അഴുക്ക് പാപമായാലും, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ പാപം മോചിക്കുവാൻ യേശു കർത്താവ് അരുളി ചെയ്യുന്നു. മകനെ മകളെ, മകനെ മകളെ, മകനെ മകളെ, എന്റെ പക്കൽ കൃപാധനമുണ്ട്. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപം മോചിക്കപ്പെടുന്ന സമയമാണ്. വാ തുറന്ന് യാചിക്കുക, വാ തുറന്ന് ദൈവസന്നിധിയിൽ കരയുക. എന്റെ അഴുക്ക് ശുദ്ധീകരിക്കണമേ, ഞാൻ ചെയ്ത പാപക്കെട്ടുകൾ അറുത്ത് മാറ്റണമേ,
വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. എല്ലാവരും 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 വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. എന്റെ പാപം കഴുകണമേ.